ഇല്ലാത്തൊരു ശത്രു, അല്ലേ ഒരു ഭയം, അതിനെ വെച്ച് ഒരു സമൂഹത്തെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റൂ? ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഫേക്ക് ന്യൂസ് വെച്ച് ഇതൊക്കെ സിമ്പിളായിട്ട് നടക്കും. പക്ഷെ അറിയോ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ കേരളത്തിൽ ഇതേ ടെക്നിക്ക് ഉപയോഗിച്ചിരുന്നു. അതിന്റെ പേരായിരുന്നു ഒടിയൻ. അപ്പൊ ഇത് വെറുമൊരു നാടോടി കഥയല്ല. സത്യം പറഞ്ഞാൽ ഇതൊരു സൈക്കോളജിക്കൽ വാർഫെയറിന്റെ, ഒരു സോഷ്യൽ കൺട്രോളിന്റെ ഒക്കെ കഥയാണ്. വാ, നമുക്ക് ആ പേടിക്ക് പിന്നിലുള്ള സത്യം എന്താണെന്ന് നോക്കാം. ഒരു കഥയ്ക്ക് ഒരാളെ കൊല്ലാൻ പറ്റുമോ? എന്താ തോന്നുന്നേ? ചിലപ്പോൾ നേരിട്ട് പറ്റില്ലായിരിക്കും. എന്നാലോ, ഭയം എന്നൊരു ആയുധം കൂടി അതിന്റെ കൂടെ ചേർത്താലോ, ഒരു കഥയുണ്ടാക്കുന്ന പേടികൊണ്ട് ചിലപ്പോ ഒരാളുടെ ജീവൻ എടുക്കാൻ വരെ സാധിച്ചേക്കും. ഒടിയന്റെ ഐതിഹ്യം ശരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. കഥകളെന്ന് പറയുന്നത് എത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഒരു വെപ്പണാണെന്നുള്ള കാര്യം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, പഴയ ഫ്യൂഡൽ കേരളം. രാത്രിയായിക്കഴിഞ്ഞാൽ കൂരാ കുരുട്ടാണ്. ആ ഇരുട്ടില് ആളൊഴിഞ്ഞ വഴികളിലൊക്കെ അവരുണ്ടാവുമെന്ന് ആളുകൾ വിശ്വസിച്ചു. മൃഗങ്ങളുടെ രൂപത്തിൽ വന്ന് മനുഷ്യരെ പേടിപ്പിച്ചു കൊല്ലുന്നവർ. ആ ഒരു ഭയം മാത്രം മതിയായിരുന്നു ഒരു നാടിനെ മുഴുവൻ നിശ്ചലമാക്കാൻ. അപ്പോ ആരാണീ ഒടിയൻ? സിമ്പിളായിട്ട് പറഞ്ഞാല്, രാത്രിയാവുമ്പോൾ പലതരം മൃഗങ്ങളുടെ രൂപം സ്വീകരിച്ച് ആളുകളെ പേടിപ്പിക്കാനും കൊല്ലാനും കഴിവുള്ള മന്ത്രവാദികളാണ് ഒടിയന്മാർ. അതാണ് വിശ്വാസം. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അവരുടെ മെയിൻ ആയുധമെന്ന് പറയുന്നത് മന്ത്രങ്ങളോ കൂടോത്രോ ഒന്നുമല്ല. അത് പേടിയാണ്, ഭയം. അതായത് ഇതൊരു വെറും കൊലപാതക രീതിയല്ല, മറിച്ചൊരു കൃത്യമായ സൈക്കോളജിക്കൽ ഗെയിമായിരുന്നു. അപ്പോൾ ഈ ഒടിയന്മാർക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സൂപ്പർ പവർ കിട്ടിയിരുന്നത്? അതിനു പിന്നിലൊരു രഹസ്യമുണ്ട്. ഒടിവിദ്യ എന്ന പേരിലറിയപ്പെടുന്ന ഒരു ബ്ലാക്ക് മാജിക്. എന്തായിരുന്നു അതിന്റെ രീതികൾ? നമുക്ക് നോക്കാം. ഈ രൂപം മാറുന്നതിന് അതിന്റേതായ ചില സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം കുറച്ച് സീക്രട്ട് പൂജകളൊക്കെ നടത്തും. അതിനുശേഷം ഒരു പ്രത്യേക തരം മാന്ത്രിക എണ്ണ, അതായത് ഒരു തൈലമെടുത്ത് ചെവിക്ക് പിന്നിൽ പുരട്ടും. അതോടുകൂടി അവർക്കിഷ്ടമുള്ള മൃഗത്തിന്റെ രൂപത്തിലേക്ക് മാറാൻ കഴിയും. ഇതായിരുന്നു വിശ്വാസം. പക്ഷേ ആ തൈലം, അതാണീ കഥയിലെ ഏറ്റവും ഭീകരമായ സംഭവം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നറിയുമ്പോഴാണ് ഒടിയൻ എന്ന വാക്കിന് എന്തുകൊണ്ടാണ് ഇത്രയും ഭീകരത വന്നത് എന്ന് നമുക്ക് മനസ്സിലാവുക. പിള്ളത്തൈലം, അതായിരുന്നു ആ എണ്ണയുടെ പേര്. ഐതിഹ്യമനുസരിച്ച് ഒരു ഗർഭിണിയുടെ വയറ്റിൽ നിന്ന് ഭ്രൂണം പുറത്തെടുത്ത് അതിൽ നിന്നാണ് ഈ തൈലമുണ്ടാക്കിയിരുന്നത്. ഓർത്തു നോക്കൂ, ഇങ്ങനൊരു കഥ കേട്ടാൽ തന്നെ സാധാരണക്കാരായ ആളുകളുടെ മനസ്സിൽ എന്തുമാത്രം ഭയമുണ്ടാകും. അതുതന്നെയായിരുന്നു അതിന്റെ ഉദ്ദേശവും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഒടിയൻ ഏത് മൃഗത്തിന്റെ രൂപമെടുത്താലും അത് പെർഫെക്റ്റ് ആയിരിക്കില്ല. എന്തെങ്കിലും ഒരു കുറവുണ്ടാവും. ചിലപ്പോ വാലില്ലാത്ത പൂച്ചയായിരിക്കാം, അല്ലെങ്കിൽ കൊമ്പില്ലാത്ത കാള, അങ്ങനെ എന്തെങ്കിലും. ഇതുകൊണ്ട് തന്നെ ആവണം പണ്ടുള്ളവർക്ക് രാത്രിയിൽ എന്തെങ്കിലും വൈകല്യമുള്ള മൃഗങ്ങളെ കാണുന്നത് പോലും വലിയ പേടിയായിരുന്നു. അപ്പോ ഈ ഒടിയൻ കഥ വെറുമൊരു അന്ധവിശ്വാസം മാത്രമാണോ? അല്ല. അതിനപ്പുറം അതിന് കൃത്യമായ സോഷ്യൽ പൊളിറ്റിക്കൽ വശങ്ങളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒടിയൻ എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ആയുധവും അതേസമയം ഒരു പ്രതിരോധവുമായിരുന്നു. ഇരുതല മൂർച്ചയുള്ള ഒരു വാളുപോലെ. എങ്ങനെയാണെന്നല്ലേ? ഒരു സൈഡിൽ നോക്കിയാൽ ഉയർന്ന ജാതിയിലുള്ള ജന്മിമാര് ഈ കഥയെ നന്നായി ഉപയോഗിച്ചു. തങ്ങളുടെ ശത്രുക്കളെ ഒതുക്കാനും രാത്രികാലങ്ങളിൽ തങ്ങൾ ചെയ്യുന്ന നിയമവിരുദ്ധ കാര്യങ്ങൾക്കൊക്കെ ഒരു മറയിടാനും ഒടിയൻ എന്ന പേര് അവർക്ക് ധാരാളമായിരുന്നു. ഇനി മറുവശത്ത് നോക്കിയാലോ? അടിച്ചമർത്തപ്പെട്ട സമുദായങ്ങൾക്ക് ഇതൊരു സൈക്കോളജിക്കൽ വെപ്പണായിരുന്നു. തങ്ങളെ പേടിയുള്ള വരേണ്യ വർഗത്തിനെതിരെ ആ ഒടിയൻ എന്ന പേര് തന്നെ അവർക്കൊരു പ്രതിരോധ കവചമായി മാറി. എന്തുകൊണ്ടാണ് ഈ ഓടിവിദ്യ എപ്പോഴും ചില പ്രത്യേക കമ്മ്യൂണിറ്റികളുമായി മാത്രം ചേർത്തുവെച്ച് കേൾക്കുന്നത്? അതിന്റെ കാരണം ആ കാലത്തെ ജാതി വ്യവസ്ഥ തന്നെയാണ്. ഇത്തരം നിഗൂഢമായ ശക്തികളും അറിവുകളുമൊക്കെ താഴ്ന്ന ജാതിക്കാരുടെ കയ്യിലാണെന്നൊരു പൊതുവായ ധാരണയും അതോടൊപ്പം ഒരു പേടിയും സമൂഹത്തിൽ നിലനിന്നിരുന്നു. പ്രധാനമായും പുലയർ, പറയർ, പാണൻ, വേലൻ പോലുള്ള സമുദായങ്ങളെയായിരുന്നു ഒടിവിദ്യയുടെ ആളുകളായി കണക്കാക്കിയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈയൊരു വിശ്വാസം അവരെ സമൂഹത്തുനിന്ന് കൂടുതൽ ഒറ്റപ്പെടുത്തി. പക്ഷെ അതേസമയം തന്നെ അതവർക്കൊരു തരം പവറും കൊടുത്തു, മറ്റുള്ളവരെ ഭയപ്പെടുത്താനുള്ള ഒരു അധികാരം. ഇതാണ് പല കൾച്ചറൽ ക്രിട്ടിക്സും പറയുന്നത്. അതായത് ഒടിവിദ്യ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ ഒരു സർവൈവൽ സ്ട്രാറ്റജിയായിരുന്നു. അധികാരവ്യവസ്ഥയെ ചെറുക്കാനുള്ള ഒരു വഴിയായിരുന്നു ഒടിയനെന്ന സങ്കല്പം. തങ്ങൾക്ക് നേർക്കുനേർ നിന്ന് എതിർക്കാൻ പറ്റാത്തൊരു ശക്തിക്കെതിരെ അവരുപയോഗിച്ച ഒരു സൈക്കോളജിക്കൽ വെപ്പൺ. അപ്പോ ഇന്നത്തെ കാലത്ത് ഈ ഒടിയൻ കഥകളൊക്കെ എവിടെ പോയി? ഒരു കാലത്ത് കേരളത്തെ മുഴുവൻ പേടിപ്പിച്ച ഈ ഐതിഹ്യം എങ്ങനെയാണ് പതുക്കെ പതുക്കെ ഇല്ലാതായത്?
വെളിച്ചം വന്നപ്പോൾ. ആ വെളിച്ചത്തിന് ഇതിൽ വലിയൊരു പങ്കുണ്ട്. ഫ്യൂഡൽ കാലഘട്ടത്തില് ഏറ്റവും പീക്കിലായിരുന്നു ഓഡിയൻ ഐതിഹ്യം. പിന്നെ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ വന്നപ്പോ ജാതി വ്യവസ്ഥയൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടു. അതോടെ ഒടിയന്റെ ശക്തി കുറഞ്ഞു. പക്ഷേ ശരിക്കും ഒടിയൻ കഥയുടെ അവസാനത്തെ ആണിയടിച്ചത് ഒരു പുതിയ ടെക്നോളജിയായിരുന്നു. അതെ, വൈദ്യുതി, ഇലക്ട്രിസിറ്റി വന്നപ്പോ സംഭവിച്ചതെന്താ? ഒടിയൻ ഒളിച്ചിരിക്കാനുള്ള ഇരുട്ടില്ലാതായി. തെരുവുകളിലൊക്കെ വെളിച്ചം വന്നു. രാത്രിയെന്ന പേടിയില്ലാതായപ്പോ ആ പേടിയുടെ നിഴലിൽ ജീവിച്ചിരുന്ന ഒടിയൻ എന്ന സങ്കല്പം പതിയെ മാഞ്ഞുപോയി. കഥകൾ, ഓർമ്മകൾ മാത്രമായി. അപ്പോ ഒടിയൻ എന്നേക്കുമായി ഇല്ലാതായോ? ഒരുപക്ഷേ പണ്ടത്തെ പോലുള്ള ഒടിയന്മാരെന്ന് കാണില്ല. പക്ഷെ ആ ഒരു ഐഡിയ, ആ ഒരു കോൺസെപ്റ്റ് ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. പുതിയ രൂപത്തിലും ഭാവത്തിലുമാണെന്നു മാത്രം. ഇന്നത്തെ കാലത്ത് സിനിമകളും സാഹിത്യവുമൊക്കെ ഒടിയനെ പുതിയ രീതിയിലാണ് കാണുന്നത്. ഉദാഹരണത്തിന് 2018 വന്ന ഒടിയൻ സിനിമ തന്നെ നോക്കൂ. അതിൽ ഒടിയൻ വെറുമൊരു വില്ലനല്ല, മറിച്ച് സങ്കീർണതകളുള്ള ഒരു കീഴാള നായകനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പണ്ട് പേടിയുടെ പ്രതീകമായിരുന്നത് ഇന്ന് പ്രതിരോധത്തിന്റെ നായകനായി മാറുന്നത് കാണാൻ നല്ല രസമില്ലേ? അപ്പോ ഈ ഒടിയൻ കഥയുടെ എല്ലാം കാതലെന്താണ്? വളരെ സിമ്പിളാണ്. കാണാൻ കഴിയാത്ത ഭീകരനായ ഒരു ശത്രുവിനെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ആ പേടി ഉപയോഗിച്ച് ആളുകളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുക. ഈ ഒരു തന്ത്രം ഇതിന്നും നമ്മുടെ ചുറ്റുമില്ലേ? ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഇലക്ട്രിസിറ്റി വന്നപ്പോ ഒടിയൻ പോയി. പക്ഷേ കഥകളുണ്ടാക്കി ഭയം ജനിപ്പിക്കുന്ന ആ പഴയ ടെക്നിക് എന്തെങ്കിലും ഇല്ലാതായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇന്ന് ഒടിയന്റെ സ്ഥാനത്ത് ഫേക്ക് ന്യൂസും തെറ്റായ വിവരങ്ങളുമാണ്. കാണാത്ത ഒരു ശത്രുവിനെയുണ്ടാക്കി സമൂഹത്തിൽ പേടിയും വെറുപ്പും വളർത്തുന്ന ആ പഴയ തന്ത്രം, അത് മുമ്പത്തെക്കാളും ശക്തമായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. രൂപം മാറിയെന്നു മാത്രം. പണ്ടത്തെ ഇരുട്ടിനു പകരം ഇന്ന് നമ്മുടെയൊക്കെ കയ്യിലുള്ള സ്ക്രീനുകളിലാണ് ആ ഒടിവിദ്യ പ്രയോഗിക്കുന്നത്. ഭയം വിതയ്ക്കുന്ന ആ കളി ഇന്നും സജീവമായി തുടരുന്നു.